ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് 2 ദിവസം മുന്നേ തൃശ്ശൂർ നടന്ന ഒരു സംഭവമാണ്. പ്രൈവറ്റ് ബസ് ഓവർ സ്പീഡിൽ ബസ് സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറി 3 ആൾക്കാർക്ക് പരിക്കേറ്റു. നമുക്ക് ആ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. ഇടിച്ചതിന് ശേഷം ആ ബസ് ഡ്രൈവർ ഇറങ്ങി ഓടുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ അറിയാം അവിടെ നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും കൂടി പഞ്ഞിക്കിടുന്നു. അപ്പം ഈ ഒരു സംഭവം മാത്രമല്ല, ഇന്ന് വേറൊരു വീഡിയോ കൂടി പ്രചരിക്കുന്നുണ്ട്. വളവിൽ നിന്ന് KSRTC ബസ്സിനെ പ്രൈവറ്റ് ബസ് ഓവർടേക്ക് ചെയ്യുന്നത് മാത്രമല്ല, ഒരു സ്ത്രീ അതിന്റെ ഇടയിലേക്ക് ബസ്സിൽ കയറാൻ വരുന്നുണ്ട്. അതിനുശേഷം ഒരു വെപ്പാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കാതെ റോഡ് ക്രോസ് ചെയ്യുന്നതും കാണാം. അപ്പൊ എതിരെ വേറൊരു വണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെയും ഒരു അപകടം സാധ്യതയുണ്ട്. അപ്പൊ നമ്മളെ കേരളത്തിൽ KSRTC ആയാലും പ്രൈവറ്റ് ആയാലും ഈ മരണപ്പാച്ചിൽ കേരളത്തിൽ കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം ജില്ല വരെ എല്ലാ ദിവസവും നമ്മൾ കാണുന്നതാണ്. ഇതേപോലെ ഡ്രൈവർമാരുടെ ലൈസൻസ് ബന്ധാക്കുകയോ അല്ലെങ്കിൽ അവരെ ബാൻ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാർ ഇതൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടില്ല. ഇതിലൂടെ ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത് സാധാരണ യാത്രക്കാർ അല്ലെങ്കിൽ കാൽനട യാത്രക്കാർ, ബൈക്കിലൂടെ പോകുന്നവർ, അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത്. ബസ് ഇടിച്ചതുകൊണ്ട് ബസ് ഡ്രൈവർക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. നമ്മളിപ്പം ആ വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പം നിയമത്തിൽ എന്ത് മാറ്റം വരുത്തണം, അതുകൂടാതെ ഇങ്ങനെയുള്ള ഡ്രൈവർമാർ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക.